ബ്രേക്ക്ഫാസ്റ്റിന് സ്ഥിരം ഐറ്റംസ് ഉണ്ടാക്കി മടുത്തെങ്കിൽ ഈ ഒരു ദോശ ഉണ്ടാക്കി നോക്കൂ. വളരെ ടേസ്റ്റിയാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. നേരത്തെ ഒരു പ്രിപ്പറേഷനും ആവശ്യമില്ല. കൂട്ടത്തിലൊരു സൂപ്പർ ചമ്മന്തിയുണ്ട്. അപ്പം തുടങ്ങാം. ഞാൻ മിക്സിയുടെ വലിയ ജാറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1.5 കപ്പ് റവ ഇട്ട് കൊടുക്കാം. ഇത് പാക്കറ്റിൽ കിട്ടുന്ന വറുത്ത റവയാണ്. ഇനി അതിലേക്ക് ചേർക്കേണ്ടത് ഇതിൻ്റെ പകുതിയോളം, അതായത് 1/4 കപ്പ് തേങ്ങ ചിരവിയത്. ഈ തേങ്ങയൊക്കെ അരഞ്ഞ് വരുമ്പോൾ ഒരു തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റൊക്കെ വരും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ്. ഒരു 10 അല്ലി ചുവന്നുള്ളി കൂടി ഇട്ട് കൊടുക്കാം. ഒരു അല്ലി വെളുത്തുള്ളി. വെളുത്തുള്ളി ഓപ്ഷണലാണ്, ഇടുകയാണെങ്കിലും കൂടുതൽ ചേർക്കരുത്. ഒരു തണ്ട് കറിവേപ്പില. ഇത്ര നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുക്കാം. ആദ്യം ഇത് മുങ്ങിക്കിടക്കാനുള്ള വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ച് നോക്കാം. കൂടുതൽ വെള്ളം വേണമെങ്കിൽ ചേർക്കാം. ഇത് നമ്മൾ നേരത്തെ കുതിർത്ത് വെക്കാനോ ഒന്നുമില്ല. രാവിലെ എഴുന്നേറ്റിട്ട് ചെയ്യാനുള്ള ജോലികളേ ഉള്ളൂ. അങ്ങനെ മാവ് അരച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അല്പം കുറുകിയാണ് ഇരിക്കുന്നത്. അപ്പം മിക്സിയുടെ ജാറിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചൊന്ന് കലക്കിയെടുക്കാം. നമ്മൾ അരിമാവിൻ്റെ കൊണ്ടുണ്ടാക്കുന്ന ദോശയുടെ അതേ കൺസിസ്റ്റൻസി തന്നെ മതി. അത്രത്തോളം അരിഞ്ഞിട്ടുണ്ടാവില്ല. തേങ്ങയൊക്കെ ഉണ്ടല്ലോ, അത് കുഴപ്പമില്ല. ചെറിയ തരികളൊക്കെ ആവാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ദോശമാവ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി റവ ആയതുകൊണ്ട് ഒന്ന് കുതിർന്ന് വരണം. ആ സമയം കൊണ്ട് നമുക്കൊന്ന് എളുപ്പത്തിലൊരു ചമ്മന്തി അരച്ചെടുക്കാം. ഇതിവിടെ ഇരിക്കട്ടെ. വളരെ ഈസി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ്. ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു പകുതി സവാള നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 4 ഉണക്കമുളകും. ഞെട്ട് നമുക്ക് പിന്നെ കളയാം. ഇതൊന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയൊരു ലൈറ്റ് ബ്രൗൺ ആയി തുടങ്ങും. ഒരുപാട് ബ്രൗൺ ആക്കണ്ട. സവാളയുടെ ആ സൈഡൊക്കെ ഒന്ന് മുരിഞ്ഞ് തുടങ്ങുമ്പോൾ തീ ഓഫ് ചെയ്യാം. ഇത് ഞാൻ മിക്സിയുടെ ബൗളിൽ ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയതെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളിപ്പോൾ വഴറ്റിയ സവാളയും മുളകും കൂടി ഇട്ട് കൊടുക്കുക. മുളകിൻ്റെ ഞെട്ട് കളയാം. ഇനി ചമ്മന്തിക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ഇട്ട്. ഇനി വെള്ളം ഒന്നും ചേർക്കണ്ട. നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇങ്ങനെ തന്നെ അരച്ചെടുക്കുക. കണ്ടോ, ഇങ്ങനെ ഇരിക്കണം നമ്മുടെ ചമ്മന്തി. വളരെ ടേസ്റ്റിയാണിത്. ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്യാവശ്യം എരിവൊക്കെ ഉണ്ട്. എരിവ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ മുളകിൽ അഡ്ജസ്റ്റ് ചെയ്യുക. ചമ്മന്തി റെഡി. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. ദോശയ്ക്കുള്ള പാൻ അടുപ്പിൽ വെക്കുകയാണ്. ഒന്ന് ചൂടായി വരട്ടെ. ഇതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. സാധാരണ നമ്മൾ ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള വലിപ്പത്തിൽ ചുറ്റിച്ചെടുക്കാം. ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ ഉപയോഗിക്കാം. ഒരു സൈഡ് മുരിഞ്ഞ് വരുമ്പോൾ തിരിച്ചിടുക. സാധാരണ നമ്മൾ ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ. ഈ ദോശ തണുത്ത് കഴിഞ്ഞാലും വല്ലാതെ ഹാർഡൊന്നും ആയി പോവില്ല. നല്ല സോഫ്റ്റ് ആയിരിക്കും. എന്നാലും ദോശയല്ലേ, ചൂടോടുകൂടി തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാ ദോശയും ഉണ്ടാക്കിയെടുക്കാം. ഇനി 2 കല്ല് അടുപ്പിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു കല്ലിൽ ഒഴിക്കാം, മറ്റേ കല്ലിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഞാൻ സാധാരണ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാ ദോശയും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് കരുതുന്നു.
ഒരു വ്യത്യസ്തമായ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും.